ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ജനറൽ റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേരിയബിൾസിന്റെ നെയിമിംഗ് കൺവെൻഷൻസും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഡേറ്റ ടൈപ്സും വേരിയബിൾസും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ നെയിമിംഗ് കൺവെൻഷൻസ് എന്ന് നോക്കാം. അപ്പോൾ ഒരു വേരിയബിളിനെ നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന നെയിം വളരെ ഷോർട്ട് ആയിരിക്കണം, പക്ഷെ മീനിങ് ഫുള്ളും ആയിരിക്കണം. വല്ലാണ്ട് ചെറുതായി പോകണം എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മീനിങ് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു പേരായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ ചുമ്മാ ABCD XYZ എന്നും പറഞ്ഞ് കൊടുത്ത് വേരിയബിൾസ് നെയിം ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് പകരം നാളെ വേറൊരു ഡെവലപ്പർ അവിടെ വന്നാൽ നിങ്ങളെ റീപ്ലേസ് ചെയ്ത ഒരാൾ വരുമ്പോൾ അയാൾ A എന്താണ്, B എന്താണ്, നിങ്ങൾ എന്താ ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങളെ ചോദിച്ച് അതിന്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾ ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള നെയിംസ് കൊടുക്കുക, മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് കൊടുക്കുക. ഓക്കെ, ഇനി ജാവയിൽ നമ്മൾ നെയിംസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർസ്, ഡോളർ സൈൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു നെയിമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത്രയും സംഭവങ്ങൾ അലൗഡ് ആണ്. അതല്ലാതെ നിങ്ങൾ കീബോർഡിൽ കാണുന്ന എല്ലാ സ്പെഷ്യൽ ക്യാരക്ടറും കാര്യങ്ങളും ഒന്നും അതിനകത്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഡോളർ പറ്റും, അണ്ടർസ്കോർ പറ്റും, പിന്നെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരുന്ന എക്സാമ്പിളിൽ നെയിം 1 2 3 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ആൽഫബറ്റ്സും നമ്പേഴ്സും കമ്പൈൻ ചെയ്ത് കൊടുക്കാമെന്ന് കാണിക്കാനാണ്. അതുപോലെ അണ്ടർസ്കോർ വേർഡ്സിന്റെ ഇടയിൽ നമുക്ക് ആ വേർഡ്സ് ക്ലിയർ ആയിട്ട് വായിക്കാനായിട്ട്, ഇപ്പൊ സ്റ്റുഡന്റ് നെയിം എന്നുള്ള 2 വേർഡുകളാണ്, അതിനെ വായിക്കാനായിട്ട് നമുക്ക് സ്പേസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അണ്ടർസ്കോർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഡോളർ സിമ്പലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് നെയിം കൊടുക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഒരു നെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡോളറൊക്കെ കൊണ്ടുവന്ന് ഫസ്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് ഫസ്റ്റ് കൊടുത്ത് ചെയ്യരുത്. ഒരു ലെറ്ററിൽ തന്നെ നിങ്ങളുടെ നെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും ഒരു ലെറ്റർ നമ്മൾ ഒരു വേരിയബിൾ നെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ കേസ് ലെറ്റർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾക്ക് ഗ്യാപ്പ് വേണം എന്നാണെങ്കിൽ സ്റ്റുഡൻറ് നെയിം അല്ലെങ്കിൽ മാത്സ് സ്കോർ, ഇങ്ങനെ 2 വേർഡ്സ് വരുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സ്പേസ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അണ്ടർസ്കോർ യൂസ് ചെയ്യാം. വൈറ്റ് സ്പേസ് അലൗഡ് അല്ല. അതുപോലെ നമ്മൾ ഈ ലോവർ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ പറയുന്നത് ക്യാമൽ കേസ് എന്നാണ്. ക്യാമൽ കേസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ലോവർ കേസ് ലെറ്ററിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് കണ്ടോ, സ്റ്റുഡന്റ് ഏജ്, ഇത് നോക്കിയേ, ഞാൻ ആദ്യത്തെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആക്കി തന്നെ കൊടുത്തിരിക്കുന്നത്. അത് ക്യാപിറ്റൽ അല്ല, പക്ഷെ അടുത്ത വേർഡ് തൊട്ട് ഞാൻ വേർഡ്സിന് എല്ലാത്തിനും ക്യാപിറ്റൽ കൊടുത്ത് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാമൽ കേസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു വേർഡും കൂടി വരുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് അടുത്ത വേർഡും നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതുപോലെ കണ്ടോ, പ്രൊഡക്റ്റ് പ്രൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ അടുത്ത ലെറ്റർ, അത് ആദ്യത്തെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കണം, പക്ഷെ രണ്ടാമത്തെ വേർഡിന്റെ തൊട്ടിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. ഇനി ഒരു വേർഡും കൂടി വരാണെങ്കിൽ ഇപ്പൊ പ്രൊഡക്റ്റ് പ്രൈസ് ഡീറ്റെയിൽസ് എന്ന് വന്നെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എന്നുള്ളതിന്റെ ഡിയും ക്യാപിറ്റലിൽ കൊടുക്കാം. സ്പേസ് കൊടുക്കരുത്, ക്യാപിറ്റലിൽ കൊടുത്ത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അണ്ടർസ്കോർ പ്രൈസ് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കാം. ഓക്കെ, അതുപോലെ അക്കൗണ്ട് ബാലൻസ് ആണെങ്കിലും കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും സ്മോൾ ആയിരിക്കണം. അപ്പൊ ഇതിനെയാണ് ക്യാമൽ കേസ് എന്ന് പറയുന്നത്. എന്താണ് ജാവയിൽ ക്യാമൽ കേസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിംസ് ഒക്കെ വളരെ കേസ് സെൻസിറ്റീവ് ആണ്. നിങ്ങളിപ്പോ സ്മോൾ ലെറ്ററിൽ ഡിസ്റ്റൻസ് എന്ന് കൊടുത്തു, അടുത്തത് തന്നെ നിങ്ങളൊരു D ക്യാപിറ്റൽ ആക്കിയിട്ട് ഡിസ്റ്റൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും 2 വേരിയബിൾ ആണ്. ഇവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഒരേ വേരിയബിൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. രണ്ടും 2 വേരിയബിൾസ് ആണ്. അതായത് ജാവ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾ സ്മോൾ ലെറ്ററിൽ ഡിക്ലെയർ ചെയ്യുന്നതും ക്യാപിറ്റൽ ലെറ്ററിൽ അതേ സാധനം തന്നെ, അതേ വേർഡ് തന്നെ നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് വേറൊരു വേരിയബിൾ ആയിട്ട് അതിന് സെപ്പറേറ്റ് ഒരു മെമ്മറി ലൊക്കേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പിന്നെ റിസർവ്ഡ് വേർഡ്സ് നമ്മൾ വേരിയബിൾ നെയിം ആയിട്ട് യൂസ് ചെയ്യരുത്. റിസർവ്ഡ് വേർഡ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, നമ്മുടെ മെയിൻ മെത്തേഡ് തുടങ്ങുന്ന അങ്ങനെ അല്ലെ. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മെത്തേഡ്. അതിൻ്റെ അകത്ത് പബ്ലിക് അത് കീവേഡ് ആണ്. സ്റ്റാറ്റിക്, വോയിഡ്, മെയിൻ ഇതെല്ലാം റിസർവ്ഡ് നെയിംസ് അല്ലെങ്കിൽ കീവേഡ്സ് ആണ്.
സ്ട്രിംഗ് അത് കീവേഡ് ആണ്. അതുപോലെ ക്ലാസ്, പ്രൈവറ്റ്, അങ്ങനെ നമ്മള് ജാവ തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ കീവേഡ്സ് ഉണ്ട്. അതേ പേരിൽ തന്നെ നിങ്ങൾ പോയിട്ട് വേരിയബിൾ നെയിമുകൾ ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.